ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പണ്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുത്തിക്കുളമാക്കിയ കുഴിയെക്കുറിച്ച്. അപ്പോൾ അതാണ് ഇത് നമ്മുടെ മീൻ കുഴിയാണ്. ഒരു 3-4 വർഷം മുന്നേ JCB ഒക്കെ വന്നു. പിന്നെ അച്ഛനും വേറൊരു ഏട്ടനും ഒക്കെ കൂടെ നന്നാക്കി എടുത്തൊരു കുഴിയാണ്. ഇതൊരു 2 മീറ്റർ വീതിയും 8 മീറ്റർ നീളമൊക്കെ ഉള്ളൊരു വലിയൊരു കുഴിയാണ്. ഇതിൽ 2 വർഷം മുന്നേ നമ്മൾ വളർത്തുന്ന ഫിലോപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വല്ലാണ്ടൊന്നും ഉണ്ടായില്ല. പിന്നെ തവളയൊക്കെ കയറി, പക്ഷെ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിലോപ്പി. അത് പിന്നെ ഒന്നിച്ച് പിടിച്ചൊഴിവാക്കി. പിന്നെ അതിങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് തവളകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. തവളേൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല, അത് ഡിലീറ്റായിപ്പോയി. തവളകളൊക്കെ നമ്മൾ പിടിച്ച് പാടത്തുണ്ടായിട്ടു കേട്ടോ. തവള ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായി. ഒരു ചേര, വലിയൊരു ചേര അതിലേക്ക് ചാടി. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് ചാടി കുറേ നേരം അതിൽ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പിന്നെ ഒരു വടി വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. പിന്നെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അച്ഛൻ എന്നും ഓരോരോ പണിയായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം അച്ഛൻ അതിൻ്റെ സൈഡിലൊക്കെ ഇനി തവള കയറാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ മണ്ണ് നിറച്ചിട്ട്, ചാക്കിൽ മണ്ണ് നിറച്ച് കുറച്ച് ഉയരം കൂട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു വല ഉണ്ടായിരുന്നു, ചാക്ക്. അത് ആ ചാക്കിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ ഈ താർപ്പായ ഉണ്ടല്ലോ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള താർപ്പായാണ് കേട്ടോ. 15,000 രൂപയോളം ആയിട്ടുണ്ട് അന്ന് തന്നെ. അതത്ര പെട്ടെന്ന് പൊട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇതിലേക്ക് മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഉണ്ടാവുമല്ലോ ഹോള്, ആ ഹോളിലൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പി വെച്ചടിച്ച് നല്ല സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിൽക്കുന്ന വീഡിയോ എടുത്തത് ആരാന്നറിയോ? നമ്മുടെ അപ്പൂസാണേ. അപ്പൂസിനെ ഇപ്പം കാണാം. അപ്പൂസിൻ്റെ കാലിതിലുണ്ട്, പക്ഷേ അവൻ നന്നായിട്ട് എടുത്തു കേട്ടോ വീഡിയോ. മറ്റേത് ഞാനിങ്ങനെ എടുക്കുക ചെയ്യുക. അപ്പോൾ എന്നെ അച്ഛൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവ ഇരുന്നിട്ട് ഫോണിൽ കളിച്ചതാണ്. പക്ഷെ നല്ല വീഡിയോ ആയപ്പോൾ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇതാ ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികൾക്കൊക്കെ ഞാൻ സഹായിക്കും. പക്ഷെ എന്ത് പിടിക്കാനുണ്ടെങ്കിലും ഇതാക്കാരൊക്കെ നമ്മൾ പോവും. ഇടയ്ക്ക് നമ്മൾ പോയി നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും. അച്ഛൻ രാവിലെ തുടങ്ങി ഒരുപാട് പണികളുണ്ടാവും. അതിൻ്റെ ഇടയിൽ പോയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. ചാക്കിൽ മണ്ണിറക്കുകയാണെന്ന് വെച്ചാൽ ചാക്ക് പിടിച്ചു കൊടുക്കുക, ഇതുപോലെ വലയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വല പിടിക്കുക, അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ നമുക്കുണ്ടാവുള്ളൂ. ഇവിടെ നിറയെ ചമ്മലാണ് കേട്ടോ. ചുറ്റും പ്ലാവും അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് ഇലയൊക്കെ വീഴും. അത് കാരണം തന്നെ നല്ലോണം വല ഇട്ട് കൊടുക്കണം. അതിലുണ്ടായിരുന്ന തവളകളൊക്കെ പിടിച്ച് മാറ്റി കാരണം തന്നെ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. പോലും പിടിച്ചെടുക്കുന്ന ആശാനൊക്കെ ഉണ്ടോ? ആശാനാണ് മെയിനായിട്ട് അച്ഛൻ്റെ സഹായി. ഇപ്പം നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വിലയേറിയ കമൻസും ലൈക്കും അടിക്കാൻ മറക്കല്ലേ. നമ്മളൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതാ നമ്മുടെ അച്ഛൻ ഇതൊക്കെ കമ്പിയൊക്കെ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കമ്പിയിലൊക്കെയാണ് വല വാങ്ങിയിടും. അതാ ഇനി നമുക്കുള്ളത് അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലുള്ള ഹോളിൽ ഇതുപോലെ കമ്പി തറച്ച് ഉറപ്പിച്ചെടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് വലയിട്ട് കൊടുക്കാം. വലയിടുന്നതിന് മുന്നായിട്ട് തന്നെ അതിലുണ്ടായിരുന്ന കച്ചറയൊക്കെ വാരി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ, 2 ദിവസമല്ല, പിറ്റേ ദിവസം തന്നെയാണ് തോന്നുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ മുകളിൽ നിറയെ ചമ്മലായിട്ടുണ്ട്. അച്ഛൻ പിന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാ 200 മീൻ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലാലില്ലേ, ബ്ലാല് കണ്ണൻ എന്നൊക്കെ പറയും, അതിൻ്റെ കുട്ടികളാണ്. 200 എണ്ണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ എല്ലാം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിടിക്കുന്നത് പിടിക്കും. വലിയ കുഴി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേണമല്ലോ, അങ്ങനെ വാങ്ങിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളമൊക്കെ നിറച്ചെടുക്കാം. അപ്പൂസിന് വലിയ ഇഷ്ടമാണ് കേട്ടോ മീനുകളൊക്കെ. നമ്മളെ വീട്ടിൽ 2 ചെറിയ അക്വേറിയം ഉണ്ട്. അതിലുള്ള മീനിനൊക്കെ മൂപ്പരെന്നും പോയി തൊട്ടും തലോടിയൊക്കെ എടുക്കും മീനുകളൊക്കെ. തിന്നത് കൊണ്ടുവന്നപ്പോൾ ആൾ വളരെ ഹാപ്പിയാണ്. അച്ഛൻ കവറിലെ മീനൊക്കെ എടുത്തത് അത്രയും മീനുണ്ട് കേട്ടോ. കറുപ്പ് കളറിലാണ്. ചെറിയ വലിപ്പമൊക്കെ ഉള്ള കാരണം തന്നെ കാണാനുണ്ട്. നമ്മളത് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അമ്മയും അച്ഛനും കൂടി മീനൊക്കെ നമ്മുടെ മീൻകുഴിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇപ്പം തന്നെ നമ്മൾ മറ്റു തീറ്റകളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ മീൻ തീറ്റ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. കുറച്ച് വലിപ്പമൊക്കെ ആകുമ്പോൾ അവർക്ക് വേണ്ട തീറ്റകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ തുടർന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കുറച്ചുകൂടെ ഒന്ന് വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് വലയൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് കെട്ടിയെടുക്കാം. ഇതാ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ മീൻ. ഒന്ന് കവറിൽ ലാസ്റ്റ് നിന്നിരുന്നതാണ്. അതുകൊണ്ട് അവനെ കിട്ടി. അവനെയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ ഇതാ സൈഡിലൊക്കെ ഇങ്ങനെ കയറുകൊണ്ട് വലയൊക്കെ നല്ലോണം കെട്ടി ഭദ്രാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുകളിലൂടെ തീറ്റിട്ട് കൊടുത്താൽ മതിയല്ലോ.
ഇനി ഇതിലേക്ക് മോട്ടറൊക്കെ വെക്കാണ്ട്, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താങ്ക് യു.